Good morning. Good morning. നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് പിന്നെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പിന്നെ ഫോക്കസ് ഏരിയ പോയിന്റ് നോക്കുകയാണെങ്കിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഈ 3 ലോവും പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, കൈനറ്റിക് മോളിക്കുലർ തിയറി, പിന്നെ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയാലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നോക്കാനുള്ളത്. അപ്പം ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ബോയിൽസ് ലോ. ബോയിൽസ് ലോനെ നമ്മൾ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ് എന്നും പറയാറുണ്ട്. ഓക്കെ, PV റിലേഷൻഷിപ്പ്, പ്രഷർ വോളിയം റിലേഷൻ. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഗ്യാസിന്റെ 4 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. 4 പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്. ഈ 4 എണ്ണത്തില് ഇതിൽ ഏതെങ്കിലും 2 എണ്ണമായിരിക്കും നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പ്രഷറും വോളിയം ആണ് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിരിക്കണം. അതല്ല വോളിയവും ടെമ്പറേച്ചറും ആണ് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ വോളിയവും ടെമ്പറേച്ചറും ആണ് റിലേറ്റ് ചെയ്യുന്നത്, മറ്റ് 2 പേര് കോൺസ്റ്റന്റ്. അപ്പൊ 2 വേരിയബിൾസും 2 കോൺസ്റ്റന്റ്സും ഉണ്ടാവുക. ഏത്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസിൽ. ഇതിൽ പ്രഷറും വോളിയവും വേരിയബിൾസാ. അങ്ങനെയാണെങ്കിൽ ബോയിൽസ് ലോ ആര് കോൺസ്റ്റന്റ് ആയിരിക്കണം? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടാ. at constant temperature. Okay, at constant temperature, the pressure of a fixed amount of gas, the pressure of a fixed amount of gas, fixed amount of, ഈ fixed amount എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n constant ആയി. The fixed amount of gas is inversely proportional to volume, is inversely proportional to volume. നിങ്ങൾ ഈ ലോ പഠിച്ചു വെക്കണം, കാരണം ലോ ചോദിക്കും. ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി, അല്ലെ പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നും പറയാം, അല്ലെങ്കിൽ വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി. 2 രീതിയിലും വേണം നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. അപ്പൊ പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K1 into 1/V. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K1. ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. എന്നാൽ നമുക്ക് PV കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഏത് പ്രഷറിൽ നമ്മൾ നോക്കിയാലും അല്ലെ P into V എന്ന് പറയുന്ന വിൽ ഓൾവേസ് ബി എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? P1 V1 ഇസ് ഈക്വൽ ടു P2 V2. ഇതും കൂടെ ഓർത്തിരിക്കുക. PV കോൺസ്റ്റന്റ് ആയതുകൊണ്ട് P1 V1 is equal to P2 V2 ആണ്. പിന്നെ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഇത് നിങ്ങൾക്ക് അറിയാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലല്ലേ നടത്തുന്നത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടത്തുന്ന ഒരു പ്രോസസ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്നാണ് പറയാം. അപ്പൊ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ ഐസോതേം എന്ന് വിളിക്കും. ബോയിൽസ് ലോന്റെ ഗ്രാഫ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഐസോതേം. കാരണം അത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഐസോതേം എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു 3 ഗ്രാഫ് നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. ഒന്ന് P അഗെയിൻസ്റ്റ് 1/V ഒരു ഗ്രാഫ്, അതേപോലെ തന്നെ P അഗെയിൻസ്റ്റ് V. ഗ്രാഫ് തരും, നിങ്ങളോട് ലോ ഏതാണെന്ന് ചോദിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അത് ബോയിൽസ് ലോ ആണ്, ചാൾസ് ലോ ആണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഗ്രാഫ് കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റണം. നമുക്ക് 3 ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഈ 3 ഗ്രാഫിനെ എല്ലാം ഐസോതേം തന്നെയാണ്. ആദ്യത്തത് P അഗെയിൻസ്റ്റ് 1/V ആണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് P അഗെയിൻസ്റ്റ് V. ഓക്കെ, മൂന്നാമത്തത് PV അഗെയിൻസ്റ്റ് പ്രഷർ ആവാം, അല്ലെങ്കിൽ വോളിയം ആവാം, ഏതെങ്കിലും ഒന്ന്. PV അഗെയിൻസ്റ്റ് പ്രഷർ അല്ലെ PV അഗെയിൻസ്റ്റ് വോളിയം. അപ്പൊ ഫസ്റ്റ് കേസിൽ ഗ്രാഫ് വരുന്നത് നമ്മൾ P അഗെയിൻസ്റ്റ് 1/V ആണ്, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആകുക. അതേപോലെ P അഗെയിൻസ്റ്റ് 1/V ഗ്രാഫ്. നമ്മൾ ഏത് ടെമ്പറേച്ചറിൽ വരച്ചിട്ടുണ്ടെങ്കിലും എല്ലാം അതേപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് P അഗെയിൻസ്റ്റ് 1/V.
ഇനി പി അഗെയിൻസ്റ്റ് വി ആണെങ്കിൽ ഇതേപോലെ ഒരു കേവ് ആണ് ഒബ്റ്റെയിൻ ചെയ്യുക. ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കേവ് കിട്ടും. ആൻഡ് പി വി അഗെയിൻസ്റ്റ് പി എന്നാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതേപോലെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ T1 അല്ലെ T3 T2 T1 ഈ ഒരു ഗ്രാഫ് 3 ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ കണ്ടക്ട് ചെയ്യുന്ന ഗ്രാഫാണ്. അപ്പൊ ഈ ഗ്രാഫിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. ഇതും T3 T2 T1 T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1 സാധാരണ ചോദിക്കാൻ സാധ്യതയല്ല. ഇപ്പൊ ഗ്രാഫ് തരും, ഈ ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ദ ലോ ഇലുസ്ട്രേറ്റഡ് ബൈ ദിസ് ഗ്രാഫ് എന്നാണ് ചോദിക്കുക. അപ്പൊ ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ലോ ആണ്? അല്ലെ, ബോയിൽസ് ലോ എന്നുള്ളതാണ്. അപ്പൊ 3 ഗ്രാഫ് എന്നിട്ട് സ്റ്റേറ്റ് ദ ലോ എന്ന്. അപ്പോൾ അല്ലെ, ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് 1 മാർക്കും, അതേപോലെ തന്നെ ഈ ലോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുന്നതിന് അല്ലെ അതിന് 2 മാർക്കും. അങ്ങനെയാണ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി ബോയിൽസ് ലോ കഴിഞ്ഞാൽ പിന്നെ അടുത്തതുള്ളത് ചാൾസ് ലോ ആണ്. ചാൾസ് ലോയിലാണ് നമ്മൾ കെൽവിൻ സ്കെയില് അല്ലെ, കെൽവിൻ സ്കെയില് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ചാൾസ് ലോ, അപ്പൊ അതിനെ ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് എന്ന് പറയും, ടി വി റിലേഷൻ. ടെമ്പറേച്ചർ വോളിയം റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ കോൺസ്റ്റന്റ് പ്രഷർ വേണമല്ലോ, കാരണം ടെമ്പറേച്ചറും വോളിയം ആണ് റിലേറ്റ് ചെയ്യുന്നെങ്കിൽ പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ്. ദ ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്, അല്ലെ ദ ടെമ്പറേച്ചർ ഓഫ് എ fixed amount of gas is directly proportional to വോളിയം. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തിന് ആനുപാതികമാണ്? വോളിയമായിട്ട് ആനുപാതികം. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും എന്നുള്ളത്. ഇതാണ് ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ്. അതായത് വോളിയം ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. എപ്പോ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻടു, നമ്മൾ നേരത്തെ K1 എന്നുള്ള അപ്പുറത്ത് ഒരു കോൺസ്റ്റന്റ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ K2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊടുത്തത്. അപ്പൊ അതല്ലേ നമുക്ക് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് V by T is equal to a constant. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഇക്വേഷൻ ആണ് V1 by T1 is equal to V2 by T2 എന്നുള്ളത്. ഓക്കെ, V1 by T1 is equal, അപ്പൊ ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. അപ്പൊ V1 by T1 is equal to V2 by T2. ഇനി ഇതിന്റെ ഗ്രാഫ് നോക്കി വെച്ചോളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഗ്രാഫിലേക്ക് പോവാം. ഇതിന്റെ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ 1-2 ക്വസ്റ്റ്യൻ വേറെയും വരാനുണ്ട്. നമ്മൾ ബോയ്സ് ലോ പറഞ്ഞ പോലെ അല്ല. അപ്പൊ നമ്മളിവിടെ എന്ത് ഗ്രാഫാ വരയ്ക്കേണ്ടത്? ടെമ്പറേച്ചർ വോളിയം ഗ്രാഫാ വരയ്ക്കേണ്ടത്. അപ്പൊ ടെമ്പറേച്ചർ വോളിയം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ y ആക്സിസിൽ ടെമ്പറേച്ചറും അതേപോലെ തന്നെ y ആക്സിസിൽ വോളിയവും x ആക്സിസിൽ ടെമ്പറേച്ചർ, ആ രീതിയിലാണ് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഓക്കെ. ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ വോളിയം. പിന്നെ നിങ്ങൾക്ക് അറിയാം ഇത് കോൺസ്റ്റന്റ് പ്രഷറിലായതുകൊണ്ട് ഇത് നമ്മൾ എന്താ വിളിക്കുക? ഐസോബാർ എന്നാണ് വിളിക്കുക, ഐസോബാർ. നമ്മൾ ഇതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് ലൈക്ക് ദിസ്. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് വോളിയം കുറയും, അല്ലെ? ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് വോളിയം കുറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഈ ഒരു പോയിന്റിൽ വന്ന് തട്ടും. ഈ വന്ന് തട്ടുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് എബ്സല്യൂട്ട് സീറോ എന്നാണ് വിളിക്കുക, എബ്സല്യൂട്ട് സീറോ. ആ ടെമ്പറേച്ചറിൽ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് എത്ര? 0 ആണ്. ഈ ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. -273.15 ഡിഗ്രി സെൽഷ്യസ്, അല്ലെ 0 കെൽവിൻ എന്ന് പറയാം. അപ്പൊ ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് കെൽവിൻ സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ചാൾസ് ലോ എന്ന് പറയുന്ന കേസിൽ നിന്നാണ്, അല്ലെ? ആദ്യമായിട്ട് അങ്ങനെ ഒരു ടെമ്പറേച്ചർ സ്കെയിൽ, ന്യൂ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് എന്നും പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്.
അപ്പൊ എന്താണ് അബ്സല്യൂട്ട് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, അബ്സല്യൂട്ട് ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ദ ലോവസ്റ്റ് ഇമാജിനറി ടെമ്പറേച്ചർ, ദ ലോവസ്റ്റ് ഇമാജിനറി ടെമ്പറേച്ചർ. എന്താ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത? ഇമാജിനറി ടെമ്പറേച്ചർ at which a gas is supposed to occupy, a gas occupies zero volume, അല്ലെ, ഗ്യാസ് occupies zero volume. ആ ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ലോവസ്റ്റ് ഇമാജിനറി ടെമ്പറേച്ചർ at which a gas occupies zero volume. അപ്പൊ ഈ ഇമാജിനറി ടെമ്പറേച്ചറിൽ അല്ലെ ഗ്യാസിന്റെ വോളിയം സീറോ ആയിരിക്കും. അപ്പൊ എന്താണ്? അപ്പൊ അബ്സല്യൂട്ട് സീറോന്റെ വാല്യൂ എത്രയാ? അബ്സല്യൂട്ട് സീറോന്റെ വാല്യൂ -273.15 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെ, ഈ 273.15 എന്ന് പറയുന്നത് 1 ഈ കെൽവിൻ സ്കെയിലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു അല്ലെ ഈ പറയുന്ന ചാൾസ് ലോയിലാണ് എന്ത് ചെയ്യുന്നത്? കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ ഇൻട്രൊഡ്യൂസ്. ന്യൂ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ചാൾസ് ലോ വിച്ച് ഈസ് കോൾഡ് കെൽവിൻ സ്കെയിൽ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ലോയും പറഞ്ഞു. ആദ്യത്തെ ലോ അല്ലെ ബോയിൽസ് ലോ ആയിരുന്നു, രണ്ടാമത്തെ ചാൾസ് ലോ. മൂന്നാമത്തെ ലോ വരുന്നത്, അപ്പൊ ഇതൊന്നും ഈ ഗ്രാഫ് ഓർത്തിരിക്കണേ, ഗ്രാഫിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. ഈ പോയിന്റ് എയുടെ പേരെന്താണെന്ന് ചോദിക്കും. എ എന്ന് പറയുന്ന അബ്സല്യൂട്ട് സീറോ ആണ്. അബ്സല്യൂട്ട് സീറോന്റെ വാല്യൂ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ അവഗാഡ്രോസ് ലോ ആണ്. അവഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റിലേഷനാണ്? വോളിയം നമ്പർ ഓഫ് മോൾ റിലേഷനാണ്. അപ്പൊ ദ വോളിയം ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ്, ഈക്വൽ വോളിയംസ് of all gases under similar condition of temperature and pressure, under similar condition of temperature and pressure contains equal number of molecules, equal number of molecules എന്നുള്ളതാണ്. Equal volumes of all gases under similar conditions of temperature and pressure contains equal number of molecules എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V directly proportional to N. അതല്ലെങ്കിൽ V is equal to a constant into N. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a constant into, നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. അപ്പൊ നമുക്കിത് ഇവിടം വരെ മതി കേട്ടോ. നമുക്ക് ചാൾസ് ലോ എന്ന് അല്ലെങ്കിൽ അവഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞാൽ ഇവിടം വരെയാണ്. ഞാനത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ കുറേയും കൂടെ അധികമായിട്ട് നമ്മളൊന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ V is equal to ഞാൻ എന്താക്കി? K3 into small m by capital M എന്ന് എഴുതി. പിന്നെ റീഅറേഞ്ച് ചെയ്ത് അങ്ങക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ M is equal to K3 into M by V എന്ന് എഴുതാം. ഈ M by V എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. അപ്പൊ എന്താണ്? ക്യാപിറ്റൽ M is equal to K3 into ഡെൻസിറ്റി. അതല്ലെങ്കിൽ അല്ലെ മോളിക്കുലാർ മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി. ഒരു ഗ്യാസിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് അല്ലെ ഡെൻസിറ്റിയുമായിട്ട് നേരാനുപാതികമാണ്. അതായത് മോളിക്കുലാർ മാസ് കൂടുമ്പോൾ ഗ്യാസിന്റെ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക. സോ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇതാണ് അവഗാഡ്രോസ് ലോ. പിന്നെ നമ്മൾ ഈ മൂന്ന് അല്ലെ ഐഡിയൽ ഗ്യാസ്, അടുത്ത കേസ് വരുന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ മൂന്ന് ലോയും കമ്പൈൻ ചെയ്യണം. ഏത്? ബോയിൽസ് ലോ അല്ലെ, അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി അല്ലെങ്കിൽ V is inversely proportional to P എന്ന് പറയാം. V is inversely proportional to P. According to Charles law, അവിടെ നമ്മൾ എന്താ പഠിച്ചത്? V proportional to T ആണ്. And according to Avogadro's law പ്രകാരം V directly proportional to N ആണ്. അപ്പൊ എല്ലാ കേസിലും V directly proportional to 1/P, proportional to T and V proportional to N. അപ്പൊ ഈ മൂന്ന് ഇക്വേഷനും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, കമ്പൈനിങ് 1, 2 and 3,
1, 2 and 3 കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? V is directly proportional to 1/P into T into N എന്ന് എഴുതാം. V is directly proportional to 1/P into T into N. അതല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ PV is proportional to TN എന്ന് പറഞ്ഞു വരും. അതല്ലെങ്കിൽ PV is equal to nRT. ഇതാണ് നമ്മളെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. PV is equal to nRT. പഠിച്ചു വെക്കണേ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ചോദിക്കും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ 4 പാരാമീറ്റേഴ്സും കയറി വരും. ഏത്? പ്രഷർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്, ടെമ്പറേച്ചർ. അപ്പൊ ഇതിന് 4നെയും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത് PV equal to nRT. അപ്പൊ ഇതിൽ 6നെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക. എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ് 6 എന്ന് ചോദിക്കാറുണ്ട്. 6 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വിച്ച് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോളോ അതല്ലെങ്കിൽ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. അപ്പൊ ഏതൊക്കെയാണ്? 6ന്റെ 2 വാല്യൂസ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോള്, അതല്ലെങ്കിൽ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. യൂണിറ്റ് പഠിക്കണം, അല്ലാണ്ട് വാല്യൂ മാത്രം പഠിച്ചിട്ട് കാര്യമല്ല. 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ, 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഇതാണ് 6ന്റെ 2 യൂണിറ്റുകൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? PV is equal to nRT. അതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മിക്കവാറും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്നായിരിക്കും ചോദിക്കുക. അപ്പൊ PV equal to nRT എന്ന് പറയുന്നതാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും നമ്മളൊരു കമ്പൈൻഡ് ഗ്യാസ് ലോ ഉണ്ട്. കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയും. കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയുന്നത് P1V1 by T1 P1V1 by T1 is equal to P2V2 by T2. P1V1 by T1 is equal to P2V2 divided by T2. ഇത് ഒന്ന് ഓർത്തിരിക്കുക, കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. അതേപോലെ ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് D is equal to PM by RT. ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് കാണാനുള്ള ഇക്വേഷൻ ആണ് PM. P എന്ന് പറഞ്ഞാൽ പ്രഷർ, M മോളാർ മാസ്, R ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. കെൽവിനിലാണ്. ഇതിലൊക്കെ ഇനി അങ്ങോട്ട് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ടെമ്പറേച്ചറിനെ ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ തന്നതെങ്കിൽ അതിന് എന്താക്കി മാറ്റുക? കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ D is equal to PM by RT. അപ്പൊ കമ്പൈൻഡ് ഗ്യാസ് ലോ P1V1 by T1 is equal to P2V2 by T2 and density of a gas is equal to PM by RT. ഇത്രയാണ് നമുക്ക് ആദ്യത്തെ 3 ഗ്യാസ് ലോയും ആ ഗ്യാസ് ലോനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്ന കമ്പൈൻഡ് ഗ്യാസ് ലോ ആൻഡ് ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്ന 2 ഇക്വേഷൻസ്. പിന്നെ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് ഉണ്ട്. കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. ഇതില് ഒരുപാട് പോസ്റ്റുലേറ്റ്സ് ഉണ്ട് അല്ലെ? വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ളത് നിങ്ങൾ ഒരു 4 പോസ്റ്റുലേറ്റ് പഠിച്ചു വെക്കുക. പക്ഷെ അതിൽ ഞാൻ പറയുന്ന ആദ്യത്തെ 2 എന്തായാലും പഠിക്കും. അപ്പൊ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് the volume occupied by the gas molecules are negligible. The volume occupied by the gas molecules are negligible. As compared to the total volume of gas. ഒരു ഗ്യാസിന്റെ ടോട്ടൽ വോളിയം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലക്ട് ചെയ്യാന്നുള്ള. ഒരു ബലൂണിന്റെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലൂണിന്റെ മൊത്തം വലുപ്പവും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഗ്യാസിന്റെ വലുപ്പവും നോക്കിയിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ ബാക്കി കുറെ എംപ്റ്റി സ്പേസ് ആണ് ഉണ്ടാവും, ഗ്യാസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മോളിക്യൂൾസിന്റെ വലുപ്പത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസേ ഉണ്ടാവുള്ളൂ. ഗ്യാസിന്റെ വലുപ്പമാണ് ആ ബലൂണിന്റെ വലുപ്പം. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മോളിക്യൂൾസ് വളരെ ചെറുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ the volume occupied by the gas molecules are negligible as compared to the total volume of the gas. രണ്ടാമത്തെ പോയിന്റ്,
there is no interaction between the gas molecules. There is no interaction. There is no interaction between the gas molecules. എന്തില്ല, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഒരു തരത്തിലുള്ള ഇന്ററാക്ഷൻസും ഇല്ല എന്നുള്ള. ദർ ഈസ് നോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ്. അല്ലെ, മൂന്നാമത്തെ പോയിന്റ്, ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മൂവ്മെന്റ്. എന്താണ് അല്ലെ, ഒരു അലസമായ രീതിയിൽ അവരിങ്ങനെ അല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ always in a state of random movement. Random movement എന്ന് പറഞ്ഞാൽ അലസമായിട്ടുള്ള മൂവ്മെന്റ് ആണ് അല്ലെ. ഡ്യൂറിങ് ദെയർ മൂവ്മെന്റ്, ഡ്യൂറിങ് ഈ മൂവ്മെന്റുകൾക്കിടയിൽ, ഡ്യൂറിങ് ദെയർ മൂവ്മെന്റ് എന്താ സംഭവിക്കുക, അവർ തമ്മിൽ കൂട്ടിയിടിക്കും അല്ലെ. ഡ്യൂറിങ് ദെയർ മൂവ്മെന്റ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ എന്നാണ്. ദേ കൊളൈഡ് വിത്ത് ഈച്ച്, അവർ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, കൂട്ടിയിടിക്കുന്നുണ്ട്. അവർ തമ്മിൽ മാത്രമല്ല, and also with the walls of the container അല്ലെ, and also with the walls of the container. അപ്പൊ ഏത് പിന്നെ അല്ലെ കണ്ടെയ്നറിലാണോ നമ്മൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് എടുത്തിരിക്കുന്നത്, ആ കണ്ടെയ്നറിന്റെ വാൾസിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇവരെ പോയി കൂട്ടിയിടിക്കും. പിന്നെ വേറൊന്നുള്ളത്, ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത്, അതിന്റെ മേലിൽ ഒരു എനർജി ലോസ് ഒന്നുമില്ല, എനർജി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനത്തെ കൊളീഷൻ നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻസ് എന്നാ പറയാം. ദ കൊളീഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ്, ദ കൊളീഷൻ between the gas molecules are perfectly elastic. Between the gas molecules are perfectly elastic എന്നുള്ളതാണ്. Are perfectly elastic. The collision between the gas molecules are perfectly elastic. അതേപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ്, ഇപ്പൊ ഇതിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ രണ്ടെണ്ണം എന്തായാലും പഠിക്കുക, ബാക്കിയുള്ളതിൽ നിന്ന് ഏതെങ്കിലും 1-2 പോയിന്റ്സും കൂടെ പഠിച്ചു വെക്കുക. ഒരു 3-4 പിന്നെ കൈനറ്റിക് മോളിക്കുലർ തിയറിയുടെ പോസ്റ്റേറ്റ്സ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതേപോലെ തന്നെ ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ, ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് is directly proportional to absolute temperature. ഇനിയുണ്ട്, അപ്പൊ ഞാനൊരു 5 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് kinetic molecular theory of gases? The volume occupied by the gas molecules are negligible as compared to the total volume of the gas. There is no interaction between the gas molecules. The gas molecules are always in a state of random movement, during which they collide with each other and also with the walls of the container. Then the collision between the gas molecules are perfectly elastic. The average kinetic energy of the gas molecule is directly proportional to absolute temperature. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. അപ്പൊ ഒരു ഗ്യാസും എന്ത് ഒബേ ചെയ്യുന്നില്ല? പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഗ്യാസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയാലിറ്റി. എന്തുകൊണ്ടാണ് അല്ലെ റിയൽ ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഓക്സിജൻ, നൈട്രജൻ പോലുള്ള ഗ്യാസുകൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് കാണിക്കുന്നില്ല? അവർ ഐഡിയൽ സ്വഭാവം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഐഡിയൽ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ അവരുടെ സ്വഭാവം, നമ്മൾ നേരത്തെ ബോയിൽസ് ലോ പ്രകാരം നമ്മൾ പഠിച്ചു വെച്ചിട്ട് എന്തെങ്ങനെയാണ്, പി വി അഗെയിൻസ്റ്റ് പിയുടെ ഗ്രാഫ് ആണെങ്കിൽ, ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? യു ഷുഡ് ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെയാണ് ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫ് കിട്ടേണ്ടത്. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചതും ഐഡിയൽ ഗ്യാസ്. പക്ഷേ ഒരു ഗ്യാസും എന്ത് കാണിക്കൂല? ഐഡിയാലിറ്റി കാണിക്കും. ഐഡിയാലിറ്റി കാണിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ലോ പ്രഷറിലും അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലുമാണ്. എപ്പോഴാണ് ഒരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക അല്ലെ? ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. തിരിച്ച് അല്ലെ ഈ പ്രോസസ് നേരെ തിരിക്കുക. അതായത് ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആണെങ്കിൽ ഒരു ഗ്യാസും എന്ത് ചെയ്യൂല? ഐഡിയാലിറ്റി കാണിക്കുന്നില്ല. അപ്പോ എപ്പോഴാണ് ഒരു ഗ്യാസ് അല്ലെ ദ കണ്ടീഷൻസ് ടു ഷോ ഐഡിയാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ആണ്. ഇനി അതേപോലെ തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷറിലേക്കും ലോ ടെമ്പറേച്ചറിലേക്കും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഗ്യാസുകൾ എന്ത് കാണിക്കും? നോൺ ഐഡിയൽ ബിഹേവിയർ. നമ്മൾ പ്രതീക്ഷിച്ച ഗ്രാഫിന് പകരം ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവര് അല്ലെ ഇത്തരത്തിലുള്ള ഡീവിയേഷൻസ് കാണിക്കും. നേരെ പോകുന്നതിന് പകരം ഇങ്ങനെ വളയാനൊക്കെ തുടങ്ങും. പിന്നെ വേറെ ചില ഗ്യാസുകൾ ഇതേപോലെ ഇങ്ങനെയൊക്കെ ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത്തരത്തിലുള്ള ഡീവിയേഷൻസ് അല്ലെ, ഇത് ഐഡിയാലിറ്റിന്റെ താഴേക്കാണ് ഡീവിയേറ്റ് ചെയ്യുന്നെങ്കിൽ, ഐഡിയാലിറ്റിന്റെ താഴേക്ക് വരുന്ന ഡീവിയേഷനെ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ എന്നാണ് വിളിക്കുക. നെഗറ്റീവ് ഡീവിയേഷനും
അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസിന്റെ മുകളിലേക്ക് പോകുന്നത് അല്ലെ, ഈ മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഈ ഡീവിയേഷൻസ് ആണ്, ഇത്രയും ഭാഗത്തുള്ള ഡീവിയേഷൻസ്. ഇതിന് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്നും ഇതിന്റെ താഴെയുള്ളതിന് നമ്മൾ എന്താ വിളിക്കുക, നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാം. അപ്പൊ രണ്ട് ടൈപ്പ് ഡീവിയേഷൻ ഉണ്ട്, പോസിറ്റീവ് ഡീവിയേഷനും അതേപോലെ തന്നെ ഏതാണ് നെഗറ്റീവ് ഡീവിയേഷനും. അപ്പൊ വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയാലിറ്റി? അപ്പൊ ഈ ഡീവിയേഷൻ കാണിക്കുന്ന എപ്പോഴാ ഡീവിയേഷൻ സംഭവിക്കുന്നത് അല്ലെ, ഡീവിയേഷൻ സംഭവിക്കുന്നത് ഹൈ പ്രഷറിലും അതേപോലെ തന്നെ ലോ ടെമ്പറേച്ചറിലുമാണ്. നിങ്ങൾ നോക്ക്, ഹൈ പ്രഷർ അല്ലെ, അപ്പൊ ഇതൊരു ലോ പ്രഷറാണ്, ഈ ഭാഗത്ത് പ്രഷറിന്റെ വാല്യൂ 0 ആണ്. പ്രഷർ 0 ആകുമ്പോൾ എല്ലാ ഗ്യാസും ഐഡിയാലിറ്റിയിലേക്ക് എത്തും. കാരണം ഈ ഒരു പോയിന്റ് അല്ല ഐഡിയാലിറ്റി എന്ന് പറയുന്നത്, ഈ പോയിന്റിനാണ് നമ്മൾ ഐഡിയാലിറ്റി എന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്ക്, എല്ലാ ഗ്യാസും ഈ പോയിന്റിൽ ഐഡിയലാണ്. പിന്നെ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് എന്ത് കാണിക്കുന്നത്, നോൺ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്. സോ വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയാലിറ്റി എന്ന് ചോദിച്ചാൽ അല്ലെ, എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസുകൾ ഐഡിയാലിറ്റി എന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്യൂ ടു 2 faulty assumptions in kinetic molecular theory. കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ വന്ന തെറ്റായ 2 നിഗമനങ്ങൾ അല്ലെ, നമ്മൾ അവിടെ പറഞ്ഞ പോസ്റ്റുലേറ്റ്സിൽ 2 പോസ്റ്റുലേറ്റുകൾ തെറ്റാണ്. സോ വൈ ഡു റിയൽ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ, ഓക്സിജൻ, നൈട്രജൻ, മീഥെയിൻ, കാർബൺ, അതായത് സാധാരണ ഗ്യാസുകൾ. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതൊരു കൺസെപ്റ്റാണ് അല്ലെ, നമ്മൾ അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് അല്ലെ, വൈ ഡു റിയൽ ഗ്യാസ് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഗ്യാസുകൾ. വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയാലിറ്റി, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും, അതെങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ അല്ലെ അതിന്റെ കാരണം എന്താ, ഇറ്റ് ഈസ് ഡ്യൂ ടു 2 faulty assumptions അല്ലെ, ഡ്യൂ ടു 2 faulty assumptions in the kinetic molecular theory of gases. അങ്ങനെ 2 തെറ്റായ അസംഷൻസ് കടന്നു കൂടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മൾ ആദ്യം അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ആദ്യത്തെ 2 പഠിച്ചു വെക്കണം, ഒന്നാമത്തതും രണ്ടാമത്തതും. ഏതാണ്? the volume occupied by the gas molecule, the volume occupied by the gas molecules അല്ലെ, occupied by the gas molecules നമ്മൾ എന്താ പഠിച്ചത്, are negligible അല്ലെ, molecules are negligible as compared to the total volume of gas. ഇത് തെറ്റാ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലോ തെറ്റിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ there is no interaction between the gas molecules. ഈ പറയുന്ന 2 ലോയും ഇത് തെറ്റാണ്, പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഹൈ പ്രഷറിൽ these 2 postulates, these 2 assumptions goes wrong at high pressure and low temperature. അപ്പൊ ഇത് എപ്പോ മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഇത് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ആണെങ്കിൽ ഓക്കെ അല്ലെ. അതായത് കൈനറ്റിക് മോളിക്കുലാർ തിയറി പറയുമ്പോൾ നമുക്ക് പറയാം അല്ലെ, ആ നിഗമനങ്ങൾ ശരിയാണ് എപ്പോ, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. പക്ഷെ എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കില്ലല്ലോ, ഹൈ പ്രഷറും വരൂലേ. അപ്പൊ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ആണെങ്കിലോ ഈ 2 തെറ്റാണ്. അപ്പൊ എന്താണ്, the volume occupied by the gas molecules are negligible as compared to the total volume of the gas is wrong at high pressure. There is no interaction between the gas molecules തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ല എപ്പോ, ലോ പ്രഷറിൽ. ഹൈ പ്രഷറിൽ എത്തുമ്പോൾ എന്താണ്, there is an interaction അല്ലെ, അവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് 2 തെറ്റിപ്പോയത് കൊണ്ടാണ് അല്ലെ നമ്മളെ ഗ്രാഫ് കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആയി പോയത്. ഈ വന്ന ഗ്രാഫിലൊക്കെ നിങ്ങൾ നോക്ക് അല്ലെ, ഗ്രാഫ് എല്ലാം മുകളിലേക്കും താഴേക്കൊക്കെ വളയാനും തിരിയാനൊക്കെ തുടങ്ങാനുള്ള കാരണം ഈ പറയുന്ന അല്ലെ കൈനറ്റിക് മോളിക്കുലാർ തിയറിന്റെ റോങ് അസംഷൻസ്. അപ്പൊ അത് ചോദിക്കും, വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയാലിറ്റി. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. എന്നിട്ട് എന്ത് ചെയ്യുക അല്ലെ, ഈ പറഞ്ഞിരിക്കുന്ന നിഗമനങ്ങളിൽ തെറ്റ് വരാനുള്ള കാരണവും പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറക്റ്റഡ് ഇക്വേഷൻ എഴുതുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ ഒരു കറക്റ്റഡ് ഇക്വേഷൻ അല്ലെ, PV = nRT എന്ന് പറയുന്ന അല്ലെ, അത് തെറ്റിപ്പോയിട്ടുണ്ടല്ലോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും അല്ലെ, ഒരു കറക്റ്റഡ് ഇക്വേഷൻ അല്ല, കറക്റ്റഡ് ഇക്വേഷൻ. ഈ കറക്റ്റഡ് ഇക്വേഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് വാണ്ടർവാൾസ് ഇക്വേഷൻ എന്നാണ് പറയാം. കറക്റ്റഡ് ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, വാണ്ടർവാൾസ് ഇക്വേഷൻ. വാണ്ടർവാൾസ് ഇക്വേഷൻ എന്ത് ചെയ്തു അല്ലെ, അവിടെ വേണ്ട ചില മാറ്റങ്ങളൊക്കെ വരുത്തി. ഏതിന്, PV = nRT എന്ന് പറഞ്ഞ ഇക്വേഷന്
ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് ക്ലിയർ ആവും. അപ്പൊ എന്ത് മാറ്റാ വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി ഈക്വൽ ടു NRT അല്ലേ? അപ്പൊ എന്താക്കി അതിനെ പി പ്ലസ് AN സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഇൻടു വി മൈനസ് എൻ ബി ഈസ് ഈക്വൽ ടു NRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അപ്പൊ പി വി ഈക്വൽ ടു NRT എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. പി വി ഈക്വൽ ടു NRT എപ്പോ മാത്രമാണ് ശരി? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും അല്ലെ? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഓക്കെയാണ്. ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഈ ലോ തെറ്റാണ്. അപ്പൊ ആ ഇക്വേഷനെ കറക്റ്റ് ചെയ്തതാണ് ഏത്? വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. പി പ്ലസ് അല്ലെ, പി എന്നുള്ളതിന് പകരം നമ്മൾ കുറച്ചും കൂടെ പ്രഷർ കൂട്ടി. പി പ്ലസ് AN സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്രഷറും കൂടെ നമ്മൾ കൂട്ടി. വി മൈനസ് അല്ലെ, വോളിയം കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിനെ അല്ലെ, വോളിയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വോളിയം ഒന്ന് കുറയ്ക്കണം. അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? NB എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ നിന്ന് കുറച്ചു. അപ്പൊ പ്രഷർ കുറച്ച് കൂട്ടുകയും ചെയ്തു, വോളിയം കുറച്ച് കുറയ്ക്കുകയും ചെയ്തു. അപ്പൊ പി പ്ലസ് AN സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻടു വി മൈനസ് NB ഇസ് ഈക്വൽ ടു NRT. ഇതിൽ എയും ബിയും A and B ആർ കോൾഡ് വാൻ ഡെർ വാൾ കോൺസ്റ്റന്റ്സ്. നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ്സ് എന്ന് പറയും. പിന്നെ ഇത് 1 മോൾ ഓഫ് ഗ്യാസിനാണെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെ നിങ്ങളോട് ചോദിക്കാറുണ്ട്, വാട്ട് വിൽ ബി ദ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഫോർ 1 മോൾ. അപ്പൊ ഫോർ 1 മോൾ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ മക്കളെ അല്ലെ, എന്നിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പി പ്ലസ് A ബൈ വി സ്ക്വയർ ഇൻടു വി മൈനസ് ബി ഈക്വൽ ടു RT. നിങ്ങൾ എന്നിന്റെ വാല്യൂ 1 ആക്കി കളഞ്ഞാൽ മതി അല്ലെ. പി പ്ലസ് A ബൈ വി സ്ക്വയർ ഇൻടു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു RT എന്ന് പറഞ്ഞിരിക്കുന്ന പിന്നെ വാല്യൂ കൊടുത്താൽ മതി. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ തന്നെയാണ്. ഓക്കെ, ദർ ഇസ് നോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ, അല്ലെങ്കിൽ ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് എന്തോ എഴുതാം കേട്ടോ. അപ്പൊ ഇവിടെ പി പ്ലസ് A ബൈ വി സ്ക്വയർ ഇൻടു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു RT. ഇതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, കറക്റ്റഡ് ഇക്വേഷൻ. അപ്പൊ സാധാരണ ഇതും ചോദിക്കാറുണ്ട്, എന്താണ് അല്ലെ കറക്റ്റഡ്? PV ഈക്വൽ ടു NRT മിസ്റ്റേക്ക് ഉണ്ട്. സോ ദർ ഈസ് എ കറക്റ്റഡ് ഇക്വേഷൻ, സോ റെപ്രസെന്റ് ദ കറക്റ്റഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു വരും. അപ്പൊ എന്താ? പി പ്ലസ് AN സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻടു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, N താഴെയും വി മുകളിലും ഒക്കെ വന്ന് മാറിപ്പോരുത്. പി പ്ലസ് AN സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻടു വി മൈനസ് NB ഈസ് ഈക്വൽ ടു NRT. പിന്നെ ഇതിനൊക്കെ ബേസ് ന്യൂമറിക്കൽ ഉണ്ടാവുക. PV ഈക്വൽ ടു NRT ബേസ് ചെയ്ത് ന്യൂമറിക്കൽ ഉണ്ട്. P1 V1 ബൈ T1 ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2 അല്ലെ. അതിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കാം, ഏത് ന്യൂമറിക്കൽ ടൈപ്പ്. പിന്നെ ഇതിൽ നമുക്കൊരു പിന്നെ Z അല്ലെ, കംപ്രസിബിലിറ്റി ഫാക്ടർ ഉണ്ട്. എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്നുള്ളത്? ഇതൊക്കെ അത്ര അങ്ങോട്ട് ചാൻസ് ഇല്ലെങ്കിലും നമുക്ക് പറയാതെ പോണ്ട. കംപ്രസിബിലിറ്റി ഫാക്ടർ നമ്മൾ Z എന്നാണ് പറയാം. Z കംപ്രസിബിലിറ്റി ഫാക്ടർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? PV is equal to NRT ആണ്. ഓക്കെ, PV equal to NRT. അപ്പോ PV ബൈ NRT-നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കംപ്രസിബിലിറ്റി ഫാക്ടർ Z എന്ന് പറയുന്നത്. PV ബൈ NRT. അപ്പൊ കംപ്രസിബിലിറ്റി ഫാക്ടർ ഇപ്പം ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസിന് Z is equal to 1 ആയിരിക്കും. കംപ്രസിബിലിറ്റി ഫാക്ടർ ഈക്വൽ ടു 1 ആണ്. റിയൽ ഗ്യാസിനാണെങ്കിൽ Z will be either greater than 1 or Z less than 1. ഒന്നുകിൽ Z PV by NRT കൂടുതലായിരിക്കും, അല്ലെങ്കിൽ PV by NRT 1-നേക്കാൾ കുറവായിരിക്കും. ഇപ്പൊ റിയൽ ഗ്യാസിൽ നമുക്ക് എന്ത് പറയാം? Z is greater than 1 or Z is less than 1. Z greater than 1 ആയാലാണ് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാം. Z less than 1 ആയാൽ നമ്മൾ അതിനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്നും പറയും. Z പോസിറ്റീവ് ഡീവിയേഷൻ അല്ലെ, Z less than 1 ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഇതില് ഇനി വേറൊരു ഇക്വേഷനിൽ Z is equal to V real ഡിവൈഡഡ് ബൈ V ideal. ഇതും കൂടെ ഓർത്ത് വെക്കുക. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to V real divided by V ideal. നമുക്ക് PV equal to NRT എന്നാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടായിക്കൊണ്ടുവരുന്നത്. PV equal to NRT. ഇപ്പൊ സാധാരണ ഒരു ഗ്യാസ് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്? Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV by NRT. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Z is equal to PV, ഇതെല്ലാ ഗ്യാസിനും ഉപയോഗിക്കുക, PV by NRT അല്ലെ. ഇതാണ് സെറ്റിന്റെ വാല്യൂ. അപ്പൊ ഞാൻ ആ V റിയൽ എന്നുള്ളത് ഏത് ഗ്യാസിനും അപ്ലൈ ചെയ്യാം. സെറ്റ് അല്ലെ ഈക്വൽ ടു 1 ആണ്, ലെസ് ദാൻ 1 എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? എല്ലാ ഗ്യാസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. PV ഐഡിയൽ എന്ന് പറയുന്നത് NRT ആണ്. അപ്പോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? P by NRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by V ഐഡിയൽ അല്ലേ. P by NRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by V ഐഡിയൽ. അപ്പൊ ഈ P by NRT നമ്മൾ ആ വാല്യൂ കൊടുക്കും, ഏത്? 1 by V ideal. അപ്പൊ എന്താ? Z is equal to V real divided by V ideal. ഇത് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. V real divided by V ideal എന്നുള്ളത് ക്ലിയർ അല്ലേ?
അപ്പൊ ഇത്രയാണ് ഈ ടോപ്പിക് എന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് അതായത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞു ഒന്നുകൂടെ പറയാം. ബോയിൽസ് ലോ പഠിക്കുക, അതിന്റെ ഗ്രാഫ്, അതേപോലെ തന്നെ ചാൾസ് ലോ അല്ലെ. ചാൾസ് ലോ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോയിന്റ് ആണ്, അബ്സല്യൂട്ട് സീറോ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ഇമാജിനറി ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് ഈസ് സപ്പോസ് ടു ഓക്യുപ്പൈ സീറോ വോളിയം. അതിന്റെ വാല്യൂ -273.15 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്ന കെൽവിൻ സ്കെയിലാണ്. പിന്നെ അവഗാഡ്രോസ് ലോ അല്ലെ, അതൊക്കെ പിന്നെ ഇക്വേഷൻസ് ആയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുക. ദെൻ കമ്പൈൻഡ് ഗ്യാസ് ലോ, ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ്, പിന്നെ ഐഡിയൽ ഗ്യാസിന് നമ്മൾ അല്ലെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും പറയാറുണ്ട്. പിന്നെ കൈനറ്റിക് മോളിക്കുലാർ തിയറി. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ആറിന്റെ 2 വാല്യൂസ് ഓർത്തിരിക്കണേ. ആറിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ, 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. പിന്നെ കൈനറ്റിക് മോളിക്കുലാർ തിയറിന്റെ പോസ്റ്റ്ലേറ്റ്. ഈ 2 തെറ്റാണ്, ആദ്യത്തെ 2 തെറ്റാണ്. അതുകൊണ്ടാണ് അല്ലെ എല്ലാ ഗ്യാസുകളും ഡീവിയേറ്റ് ചെയ്ത് പോയത്. അപ്പൊ എപ്പോഴാണ് ഒരു ഗ്യാസ് ഐഡിയാലിറ്റി കാണിക്കുന്നത്? ലോ പ്രഷറിലും അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലും ആണ് അല്ലെ. നോൺ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നതോ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും. ദെൻ അല്ലെ വൈ ഡു റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയാലിറ്റിന്റെ അതിന്റെ ആൻസേഴ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ അല്ലെ കറക്റ്റഡ് ഇക്വേഷൻ, വാണ്ടർവാൾസ് ഇക്വേഷൻ എന്നൊക്കെ പറയും. അത് അല്ലെ n മോൾസിനും 1 മോളിനും ഉള്ള വാണ്ടർവാൾസ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? Yes, sir.